ഇല്ല കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഞങ്ങൾ അടച്ചോളാം. ഇല്ല ഇനി ഇനി വിളിക്കണ്ട, ഇനി വിളിക്കേണ്ടി വരില്ല. ശരി. ആ കൂടിയിട്ടുണ്ട് അതാ. ശരി. ഓക്കെ. മോനെ, ആ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചേ. നമ്മുടെ ഓഫീസിൽ ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലാന്ന്. ഓ അതുപോലെ കറണ്ട് ബില്ല് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതെങ്ങനെ കൂടിയത്? നമ്മുടെ സുഗതൻ സാറേ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തല്ലോ, ആ അത് ഇവിടുന്ന് സ്ഥിരമായിട്ട് ചാർജ് ചെയ്യണേ. ഇവിടുന്നാ? ആ അയക്കത് എന്തിന്റെ കുഴപ്പമാണ്? ഒന്നാമത് ലാഭം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത്. പെട്രോൾ അടിക്കണ്ടല്ലോ, അത് വീട്ടിൽ ചെയ്തൂടെ? സാറ് വീട്ടിൽ ചെയ്ത അവിടുത്തെ കറണ്ട് ബില്ല് അടക്കണ്ടേ? ഇവിടെ സർക്കാർ ചെലവില്ലല്ലേ. എന്തൊരു മനുഷ്യനാണ് ഇയാള്. സാറേ ഇതൊന്നുമല്ല, സുഗതൻ സാറിന്റെ വേറൊരു കാര്യം അറിയോ? വരുന്നു. സാറേ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ, കാപ്പി കുടിച്ചിട്ടുള്ള ഗ്യാസാണോ കാപ്പി കുടിക്കാതുള്ള ഗ്യാസാണോ? നമ്മുടെ സ്വാമിയുടെ കടയിൽ നിന്നേ ആ ഒരു 3 ഇഡ്ഡലി ഇത്തിരി സാമ്പാറും ഒരു ഉഴുന്നുവടയും കഴിച്ച അതിൻ്റെ ഒരു സുഖം. അതെ അല്ലേ? സാറ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഭാഗ്യം. ഈ നിമിഷം വരെ ആൾ വന്നിട്ടില്ല. ഇനി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് നേരം വയ്ക്കുന്നാലേ ഇവിടെ ഇട്ട് കൊന്നു കൊല വിളിക്കും. ആ ഈ പറയുന്ന ആളായിട്ട് 3 മണിയാകുമ്പോൾ മൂട്ടിലെ പൊടിയും തൊട്ടിട്ട് സ്ഥലം കണ്ട് കാലിയാക്കും. മേലുദ്യോഗസ്ഥർക്ക് എന്തോ ആവാലോ, ആരും ചോദിക്കാനില്ലല്ലോ. ഓ അല്ല, ഈ സാറ് 3 മണിക്ക് ഇറങ്ങി പോണതിന് ഇവിടെ മറ്റു ചിലർക്ക് ഗുണമൊക്കെ ഉണ്ട് കേട്ടാ. അതിന് സാർ എന്നെ നോക്കി പറയണേ? ഒന്നുമില്ലേ, ആ സാറ് പോയി കഴിഞ്ഞാൽ 3 മണിയായ പിന്നാലെ മൂട്ടിലെ പൊടി തട്ടിയിട്ട് ഇറങ്ങിപ്പോക്കാണല്ലോ മന്മോഹൻ സാർ. സാറേ, ഞാനിവിടെ എത്തുന്നത് എന്ത് സാഹസപ്പെട്ടാണെന്ന് അറിയാമോ? ഒരു ട്രെയിന് പിടിച്ച് 2 പ്രൈവറ്റ് ബസ്സും പിടിച്ചിട്ട് പിന്നെ ഞാൻ നടക്കണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണത്. എൻ്റെ മന്മോഹൻ സാറേ, സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരണേക്കാൾ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ. ഞാൻ ബൈക്കിലാണ് വരുന്നത്. അതുപോലെ ബൈക്ക് മേടിക്കണം. സാറേ, കാശുള്ളവർക്ക് ബൈക്കോ കാറോ എന്തോ മേടിക്കാം. പിന്നെ സർക്കാർ ചെലവിലാണല്ലോ അത് ചാർജ് ചെയ്യണത്. ആ ആ സാറേ, ആ ഇവിടെ പല്ല് പറിച്ച് വെക്കാനുള്ള കായ് കൊടുക്കുന്നുണ്ട് പറഞ്ഞ അത് മേടിക്കാനായിട്ട് വന്നാണ്. പല്ല് പറിക്കാൻ കാശോ? ആ ആരാ പറഞ്ഞത്? അല്ല, ഇവിടെ ഇപ്പൊ ഈ പത്രത്തില് കണ്ട് പല്ല് പറിച്ച് പുതിയ പല്ല് വെക്കാനുള്ള കായ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പറഞ്ഞ ഈ ചന്ദ്രഹാസം. കാരണം ഒരു ഏ ചന്ദ്രഹാസം അല്ല, ആ മന്ദഹാസം. ആ അതന്നെ എന്തൊരു ഹാസാണ്. ആ വകയില് കായ് കൊടുക്കുന്നുണ്ട്. ചിങ്ങിക്ക് ഇത്തിരി തരണം. കാരണം ഞാൻ അർഹതപ്പെട്ട ഒരാളാണ്. സ്വസ്ഥത എന്ന് പറഞ്ഞില്ല സാറേ, കിടക്കാൻ പറ്റൂല. ഒരൊറ്റ ഒന്ന് നേരെ ചൊവ്വള്ള പല്ല് വേണ്ട. നോക്കുകൾ ഇതണ്ട. ആ ഈ ഒന്നാരത്ത് കാണുന്ന ഒക്കെ പോടാണേ. അതിന്റെ ഉള്ളിലും ഉണ്ട്. അതൊക്കെ പിന്നെ 1-2 മുമ്പേ പോയേക്കണേ. ആ ഇപ്പൊ ഞാൻ ഈ എടുക്കാത്ത പൈസ കൊണ്ടു നടക്കണ മാതിരി എന്തേലും വായിലിട്ട അങ്ങനെ ഇവിടെ ഒക്കെ കൊണ്ടു നടന്നിട്ടാ വീങ്ങുക. അല്ലാണ്ട് കടിക്കാക്ക് പറ്റൂല. അത്ര ഇടങ്ങറാണേ. ആ ഒക്കെ അങ്ങനെ ഇളകതണ്ട. ആ ഉണ്ട് ഇളകുണ്ട്. ആ അപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ചന്ദ്രഹാസന്റെ കായ് തന്നിട്ട്. ചന്ദ്രഹാസം അല്ല, മന്ദഹാസം. ആ അതന്നെ മൂപ്പരന്നെ. എന്തെങ്കിലും ആവട്ടെ, ഏത് വാഹനാണെങ്കിലും കായ് കിട്ടിയാലല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മൂപ്പരൊന്ന് കാണാൻ പറ്റുമോ മന്ദഹാസനെ? ഇതൊരാളൊന്നല്ലത്. ഏ ഈ മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ആൾക്കാരല്ല കയ്യായിരുന്നു. ആൾക്കാരെന്നെ സർക്കാരാണ് തരുന്നത്. സംഗതി ഇപ്പൊ എന്താ വെച്ചാലേ, ആ ഞാൻ ആശുപത്രിക്ക് ഏട്ടക്കൊരു വേദന അങ്ങോട്ട് കേറും സാറേ. അത് ഏരിയനെ പോണ് നിൽക്കാൻ അറിയില്ല. ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്നൊരു ഡോക്ടറെ കണ്ടപ്പോ ഈ ഹമുക്ക് പറഞ്ഞ കഥങ്ങൾ കേൾക്കണം. ഓ നിന്നോട് പറയാണ് ഇങ്ങടെ മുയിമം പല്ലും പോയിരിക്കാണല്ലോ കാരണവരേന്ന്. വയസ്സായ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടാ ഈ പറയണേ. അപ്പൊ ഓൻ പറയാ എങ്ങടെ ഈ മുന്നാരത്തുള്ള സകലമാന പല്ലുടുത്ത് അങ്ങോട്ട് മാറ്റണം, എന്നിട്ട് പുതിയത് വെക്കണം. ഇത് മാത്രം പോരാ, ഓനക്ക് എന്റെ വായെ കൂടെ ഒരു കനാലും പറ്റണം. അത്ര ഒന്ന് കേക്ക് കനാല് പറ്റി അതെന്തിനാ? ആ സുഗത റൂട്ട് കനാല്. അതന്നെ കനാല് വെട്ടു. അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കായ് മേടിക്കാനാണ് 20,000 ഉറുപ്പ്യാണ് ഓൻ ചോദിച്ചത്. എൻ്റെ കയ്യിൽ കൊടുക്കണ്ടോ? 10 വയസ്സൊക്കെ ഗതിയില്ലാത്ത ഞാൻ 20,000 ഉറുപ്പ്യ ഓനക്ക് എങ്ങനെ എടുത്തു കൊടുക്കണത്? ആ അപ്പം ഇറങ്ങി ഞാൻ അവിടെ.
അപ്പോഴാണ് ഈ ഇതില് പത്രത്തില് ഈ പറഞ്ഞ മാതിരിയുള്ള ഈ ചന്ദ്രഹാസന്റെ ഇത് കൊടുക്കുന്നുണ്ട് മറ്റേ ഇതിന്റെ കാരണം അപ്പൊ അത് ചന്ദ്രഹാസൻ അല്ല കമലഹാസൻ. കമലഹാസന്റെ കായ് അതെ, കൊടുക്കും. മന്ദഹാസം ഞാൻ പറഞ്ഞില്ലേ. എത്രയും പെട്ടെന്ന് ആ ചന്ദ്രഹാസൻ മറ്റേ ഈ മൂപ്പര് പറഞ്ഞ ആളുടെ കായ് ഒന്ന് തന്നിട്ട് ഇന്റെ ഈ വേദനയെന്നൊന്ന് എന്നെ രക്ഷപ്പെടുത്ത്. എന്റെ കുട്ടിയുടെ പേരക്കുട്ടിയുടെ കല്യാണം ആണ്. അപ്പോഴത്തേക്ക് ഈ മുന്നാരൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടല്ലോ വെച്ചിട്ടാണ്. അപ്പൊ ആൾക്കാരെന്തെന്നാ വിചാരിക്ക, നമ്മളൊന്ന് ചിരിച്ചു കാട്ടാനും കൂടി പറ്റണില്ല മനസ്സുകൊണ്ടേ. ചിരിക്കുമ്പോ ആൾക്കാർ ഇത് ഈ മുഖത്തേക്കല്ലേ ഈ നോക്കണേ. അപ്പൊ അതൊന്നും നിങ്ങൾ കായൊന്നും എത്രയും പെട്ടെന്ന് തരും. ശരിയായി കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഇതിന് കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതെന്താ അത് ആ സാറില്ലേ, ആ സാറ് പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? അല്ല അത് നിങ്ങൾ പറഞ്ഞോളി. എന്താണ് മോഹന ഇത്? അല്ല സുഹൃത്ത് സാർ, എന്താ ഇത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും അറിയാവുന്നത്. ഇതിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാലും നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നല്ലേ? അല്ല ആരെയും പറഞ്ഞാൽ മതി. അത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് പറയേണ്ടത് സാറിന്റെ ഡ്യൂട്ടിയാണല്ലോ. അപ്പൊ സാറിനെ പറയണം അല്ലേ? നിങ്ങൾക്കത് പറ്റില്ല വെച്ചാൽ നിങ്ങൾ ഓലൊന്ന് പരിചയപ്പെടുത്തിയാട്ടെ എനിക്ക്. ഈ മറ്റേ ചന്ദ്രഹാസനെ അല്ല മറ്റേ മന്ദഹാസം ഒന്ന് അന്ന് ആള് കായ് ഇങ്ങോട്ട് തരും. ഇപ്പൊ ഏത് അലമാരയിലും എടുക്കണെന്ന് നിനക്കറിയില്ല. അതില്ലെങ്കിൽ ആ എടുത്തിട്ട് പോയാനെപ്പോ. കാരണം BP ആണോ? BP കാർഡ് BP കാർഡ് BP ആണ്. BP ഉണ്ടോ? കാർഡ് BP ആണ്. വയസ്സ് എത്രയായി? വയസ്സിപ്പോ ഒരു 5 കൊല്ലമായി ഉണ്ടാവും. ഇപ്പൊ മാറ്റിയിട്ട് 5 വയസ്സ്. ആർക്ക്? കാർഡിന്റെ അല്ലേ? എന്താ പറയണേ? നിങ്ങളുടെ പ്രായം എത്രയായി? എന്റെ വയസ്സ് ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വലിന് 72 കഴിഞ്ഞ്. ആരുടെ പ്രായം പറഞ്ഞു? നിങ്ങൾ വേറെ ആരുടെ പേര് പറയുന്ന കേട്ടല്ലോ? റബി എന്താ? അത് റബീഉൽ അവ്വൽ അറബി മാസം. കഴിഞ്ഞ റബീഉൽ അവ്വലിന് 72 തികഞ്ഞിക്ക്. ഇപ്പൊ 72 ഓക്കെ അല്ലേ? എന്താ തെറ്റിയാ? അതല്ല പല്ലുവേന. അത് 72 ഫിക്സ് ചെയ്യാമോ? അത് ഫിക്സ് ചെയ്തോളി. ഇതൊന്ന് മാറ്റി കിട്ടുകയാണ്. അതെ, അപ്പോഴേ കുറച്ച് നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. എന്തായി? ഈ റേഷൻ കാർഡിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി, പിന്നെ ഒരു പല്ല് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, പിന്നെ വാർഷിക വരുമാനത്തിന്റെ കോപ്പി. വാർഷിക വരുമാനമൊക്കെ ഇല്ലല്ലോ. നിങ്ങൾക്ക് വരുമാനം ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കണം. അതാ ഈ പറഞ്ഞു വരണത്. അല്ല എനിക്ക് വരുമാനം ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇവിടെ ഓഫീസിലേക്ക് കോള് വന്നിരുന്നോ? ഇവിടെ കോള് വന്നല്ലോ. ഇവിടെ കോള് വന്ന് എടുക്കാണ്ട് ഹെഡ് ഓഫീസിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്റെ കോള് വന്ന് ആരും കേട്ടില്ലേ? സാറേ, ആ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് സാറേ. അതെ, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇവിടെ ഫോൺ എടുക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫോൺ എടുക്കേറ്റാണ് പേഴ്സണലി എന്നെ വിളിക്കുന്നത്. തിന്നുന്ന ചോറിനോടെ കുറച്ച് കൂറ് കാണിക്കണം. ഒരു ചടങ്ങിന് വരിക പോകുന്നുള്ള സമ്പ്രദായം ഇവിടെ വേണ്ട കേട്ടോ. എന്താ ഇയാൾ വന്നേ? ഞാൻ ചന്ദ്രഹാസന്റെ കായ്ക്ക് വന്നാണ്. ചന്ദ്രഹാസൻ? അതെ സാറേ, നമ്മുടെ മന്ദഹാസം പദ്ധതി അതിനു വേണ്ടിട്ട് വന്നതാണ്. മന്ദഹാസന്റെ കായ്. അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ? കേട്ടല്ലോ. അംഗീകൃത ദന്ത ഡോക്ടർമാരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതെ. ഓക്കെ, ശരി. അപ്പൊ മൂപ്പരുടെ കയ്യിൽ ആ ബാഗിൽ നിറയെ കായ് ആയിരിക്കൂലേ. നിന്റെ ഓഹരി തന്ന് എന്നെ അങ്ങോട്ട് വിട്ട ഞാൻ അങ്ങോട്ട് പോകൂല്ലേ സാറേ? എന്റെ കാരണവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കാൻ നോക്ക്. അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അല്ല, ഇപ്പൊ ഈ അംഗീകൃത ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആരാണ്, എവിടെയാണ്, ഇപ്പൊ ആർക്കും അറിയണം? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് കവലയുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് പ്യാരീസ് ഡെന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്യാരി യാദവ് നല്ല ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെ കണ്ടാൽ മതി. 3 മണിക്ക് ശേഷം പോയാൽ മതി. അപ്പൊ ഡോക്ടർ ഫ്രീ ആവും. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് തരും. അതെ അല്ലേ? അവിടെ പോയി ആ സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് ഓൺലൈനിലായിട്ട് അപേക്ഷിച്ചാൽ മതി. ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം. അതെ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചോളും വഴിയെ. ഇനി ഇങ്ങോട്ട് വരണ്ട. അല്ലേ? എന്തേലും ആവട്ടെ സാറേ, പല്ലുവേനായിട്ട് വെയിലത്തിറങ്ങി നടക്കാനും വയ്യ. അപ്പൊ പ്യാരിജാദൻ ഡോക്ടർ അവിടെ തന്നെ പോകണം. പ്യാരിജാദല്ലേ? വളരെ ഉപകാരം. പ്യാരീസ് ഡെന്റൽ ക്ലിനിക് കേട്ടോ. പ്യാരീസ് ഡെന്റൽ. എന്തൊരു ഹാലാക്കാണ്. ആരെ ഈ കസാര ഇവിടെ കൊണ്ടുവന്നിട്ട്. മെമ്പറെ നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ പറയാ? മൊയ്തു സാറില്ലേ? ഉണ്ട്. എന്താ കാര്യം? അതാ ഇവിടെ പറയാം. വാ. ചെയറായിട്ട് അതോടക്കി സത്യ അവിടെ വെക്ക്. സത്യ അവിടെ വെക്കും. അവിടെ വെക്കുമോനെ. വാ. എനിക്ക് ഭ്രാന്താ? അതെ സുഗതൻ സാറേ, എന്തിനും നിങ്ങളിങ്ങനെ ബഹളം കിട്ടുന്നത്? നിങ്ങളുടെ വീട്ടിലെ കസേരയൊന്നുമല്ലല്ലോ. അവനെ കണ്ടാലറിയാം ഒരു ക്രിമിനൽ ആണെന്ന്. എടുത്തിപ്പോ തലക്കടിച്ചു തന്നെ. മെമ്പറെ,
ആ പറയൂ. ഇയാള് സത്യശീലൻ. ആ. ഇയാളൊരു മാനസിക രോഗിയാണ്. ഈ മാനസിക രോഗികളൊക്കെ കുട്ടി എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇവരെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടാക്കി. ഞാൻ പറയാം. രാഘവട്ടം പറയും. ആ. അത് കേട്ടോ. ആ ഓക്കെ. ആ രാഘവട്ടം പറയും. ഓ രാഘവട്ടം പറയും. ഒരു കേസിൽ പെട്ടിട്ട് ആ. ജയിലിലായിപ്പോയി കുറേ കാലം. ജയിലിൽ വരുന്നോ? ആ, ജയിലിലായിരുന്നു. ആ ശിക്ഷ കഴിഞ്ഞ് ഇയാൾ പുറത്തു വന്നപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ആരും ഇയാൾ ബന്ധുക്കളൊന്നും തയ്യാറായില്ല. അവരെല്ലാം ഇയാൾ ഉപേക്ഷിച്ചു. എല്ലാരും ഉപേക്ഷിച്ച് പോയി. ആ, എല്ലാവരും പോയി. ആർക്കും വേണ്ട പറഞ്ഞു പോയി, എല്ലാരും പോയി. ആ. അങ്ങനെ ഇയാളെ മാനസിക രോഗം വന്നു. ആ. ഈ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ആ. അവിടുന്ന് കുറേ കാലം ചികിത്സിച്ചിട്ടാകുമ്പോൾ ഭേദമായി പുറത്തിറങ്ങിയപ്പോൾ ഇയാൾക്ക് വീണ്ടും ഒന്നും രക്ഷയില്ലാതെ ജീവിക്കാൻ ഒരു അപ്പോഴും ആരുമില്ല. അപ്പോഴും ആരുമില്ല. രോഗം വന്നു. ആരുമില്ല. ആ. ആരുമില്ല, എല്ലാരും പോയി. അപ്പൊ ഇപ്പൊ അയാൾ ആരാ നോക്കണേ? ഇപ്പോഴും ഞാനാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കിയാ പോരെ രാഘവട്ടെ? അല്ല, എനിക്ക് അങ്ങനെ ഇതാവില്ല. ഇതിന് ഇത്തരം ആളുകളെ രോഗികളെ സംരക്ഷിക്കേണ്ട ഒരു ഇത് ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ധനസഹായം കിട്ടുന്നത്. അപ്പൊ ഇയാളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം നമ്മളത്. ആ ആ അപ്പോൾ ഇയാൾക്ക് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയാലേ ആ. അവിടെ പാർപ്പിടവും വസ്ത്രവും പിന്നെ മുടിവെട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ടത് ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ്. ആ ആ എന്നിട്ട് ഡയറക്ടർക്ക് ഇത് അയച്ചു കൊടുക്കണം. സാറ് വിചാരിച്ച് അയാളെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞാലേ. ആ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അത് അതിൻ്റെതായ റൂട്ടിൽ തന്നെ പോകണം. ആ അതോടെ വെക്കി, റിസീവർ അവിടെ വെക്കി. വിളിക്ക്. ആ വിളിക്ക്. വിളിക്കാൻ ആ വിളിക്ക്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.